ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നിങ്ങളെല്ലാവരും ഇന്ന് വിക്ടേഴ്സ് ചാനലിലെ സോഷ്യൽ സയൻസ് ക്ലാസ് കേട്ടല്ലോ അല്ലേ? സാറ് ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്നുള്ള ചാപ്റ്ററാണ് എടുത്തത് അല്ലേ? എല്ലാവർക്കും റിനൈസൻസിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ അമേരിക്കൻ റവല്യൂഷനെ കുറിച്ചിട്ടുമാണ് സംസാരിച്ചത്. അതിൻ്റെ പാഠഭാഗങ്ങൾ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ കുറച്ച് വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നത് എന്താണ്? റിനൈസൻസ് എന്നാൽ എന്താണെന്ന് പറഞ്ഞു തന്നും അതേപോലെ തന്നെ റിനൈസൻസിൻ്റെ ഫീച്ചേഴ്സും പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? റിനൈസൻസിൻ്റെ ഫീച്ചേഴ്സിൻ്റെ സൺ ഡയഗ്രാം തയ്യാറാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നോട്ട്ബുക്കിൽ ചെയ്യേണ്ട ആക്ടിവിറ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ട് ബുക്കും പേനയും ഒക്കെ എടുത്തില്ലേ? ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് ഒരു സൺ ഡയഗ്രാം വരയ്ക്കാം കേട്ടോ. മിസ്സ് പോയിൻ്റായിട്ടാണ് പറയുന്നത്, നിങ്ങൾ സൺ ഡയഗ്രാമായിട്ട് അതിൽ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് നമുക്ക് എന്താണ്? റാഷണൽ തിങ്കിങ്. സെക്കൻഡ് പോയിൻ്റ് നമുക്ക് സെക്കൻഡ് കോളത്തിൽ നമുക്ക് എന്ത് എഴുതാം? സ്പിരിറ്റ് ഓഫ് ക്രിറ്റിസിസം. തേർഡ് കോളത്തിൽ ഹ്യൂമാനിസം. ഫോർത്ത് പോയിൻ്റിൽ സ്പിരിറ്റ് ഓഫ് ഇൻക്വയറി, സയൻറ്റിഫിക് ടെമ്പർ, ഓക്കെ, ഗ്രോത്ത് ഓഫ് ലിറ്ററേച്ചർ. ഇത്രയും കാര്യങ്ങളാണ് റിനൈസൻസ് കൊണ്ട് ഉണ്ടായത്. റിനൈസൻസിൻ്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അതാണ്. അതിനുശേഷം സെക്കൻഡ് ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. സെക്കൻഡ് ആക്ടിവിറ്റി എന്താണ്? 13 കോളനീസ്. നമ്മൾ കണ്ടു അമേരിക്ക ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു 100 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ടു അല്ലേ? അതായത് ബ്രിട്ടന് അമേരിക്കയെ കോളനി വൽക്കരിച്ചു. അപ്പം അതിൻ്റെ 13 കോളനീസ് ഉണ്ടായിരുന്നു. 1775 ആകുമ്പോഴേക്കും ബ്രിട്ടന് 13 കോളനികളാക്കി 13 ബ്രിട്ടൻ കോളനീസ് അമേരിക്കയിലുണ്ടായിരുന്നു. അതേതൊക്കെയാണെന്നാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. അത് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് 13 കോളനീസ്? ഫസ്റ്റ് വൺ ന്യൂ ഹാംസ്ഫിയർ, second Massachusetts, third one Rhode Island, then Connecticut, then New Jersey, Delaware, Maryland, New York, Pennsylvania, Virginia, North Carolina, South Carolina. These are the 13 colonies of America. അടുത്ത ആക്ടിവിറ്റി നമുക്ക് തന്നത് 2 ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് ക്വസ്റ്റ്യൻസ്? ഹൂ ഫ്രെയിംഡ് ദിസ് സ്ലോഗൻ? ഓക്കെ, ദ സ്ലോഗൻ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന സ്ലോഗൻ ആരാണ് ഫ്രെയിം ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് ആൻസർ, യു നോ ദ ആൻസർ ഐ ഹോപ്പ്. ദാറ്റ് ഈസ് ജെയിംസ് ഓട്ടിസ്. ആരായിരുന്നു? ജെയിംസ് ഓട്ടിസ് ആണ് ഈ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, അതായത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ സ്ലോഗനായ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്നുള്ള സ്ലോഗൻ ഫ്രെയിം ചെയ്തത് ജെയിംസ് ഓട്ടിസ് ആണ്. ഓക്കെ, വാട്ട് ഡിഡ് പീപ്പിൾ ഡിമാൻഡ് ത്രൂ ദിസ് സ്ലോഗൻ? Framed by James Otis. That was the second question. Yes, you all know that. Yes, they need representation in government. ഓക്കെ, അവർക്ക് എന്ത് വേണമായിരുന്നു? റെപ്രസെൻറ്റേഷൻ. ഗവൺമെൻറ്റിൽ അവരുടെ റെപ്രസെൻറ്റേഷനും കൂടെ ഉറപ്പ് വരുത്തണം എന്നുള്ളതായിരുന്നു ഫസ്റ്റ് പോയിൻ്റ്. സെക്കൻഡ് പോയിൻ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് അവരുടെ കൺസെൻറ്റ് ഇല്ലാതെ ഒരു ടാക്സേഷൻ പാടില്ല. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ദർ ഷുഡ് നോട്ട് ബി എനി taxation. There should not be any taxation without their representation. That was the next point. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് മെർക്കൻറ്റിലിസ്റ്റ് ലോ ആണ്. മെർക്കൻറ്റിലിസ്റ്റ് ലോ ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുമ്പെടുത്ത ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം. മെർക്കൻറ്റിലിസ്റ്റ് ലോ നിങ്ങൾക്കറിയാം. ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം the colonies must be carried in British ships. Products of the colonies like sugar, wool, cotton only exported to England. Stamp should be affixed in all the legal documents. Fourth point, colonies should provide food and quarters to British groups. Fifth point, import tax must be paid to the import of tea, glass, paper, etc.
അടുത്ത ക്വസ്റ്റ്യൻ അമേരിക്കൻ തിങ്കേഴ്സ് ആയിട്ടുള്ള ജോൺ ലോക്കെ ആൻഡ് തോമസ് പെയിൻ അല്ലേ, അവരുടെ ഐഡിയോളജീസ് ഏതൊക്കെയാണ് അമേരിക്കൻ റവല്യൂഷൻ്റെ തിങ്കേഴ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ജോൺ ലോക്കെ ആൻഡ് തോമസ് പെയിൻ. ജോൺ ലോക്കേൻ്റെ എന്തായിരുന്നു ഐഡിയോളജി? എവ്രി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. ഓക്കെ, എവ്രി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. നമ്മളുടെ അവകാശങ്ങളെ ഒഴിവാക്കാൻ ആർക്കും തന്നെ അധികാരമില്ല. ഇനി തോമസ് പെയിൻ ആയിരുന്നു. തോമസ് പെയിനിൻ്റെ ഇത് എന്തായിരുന്നു ഐഡിയോളജി എന്തായിരുന്നു? ദർ ഈസ് നത്തിങ് അബ്സേർഡ് in supposing a continent be perpetually governed by a foreign power. എന്താണ് ഇതൊരു യുക്തിക്ക് നിരക്കുന്നതല്ല. ഓക്കെ, അബ്സേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുക്തിക്ക് നിരക്കുന്നതല്ല. ദാറ്റ് ഈസ് എ ഫോറിൻ പവർ ഈസ് കമ്മിങ് ആൻഡ് ഗവേണിങ് എ കൺട്രി. ഇറ്റ് ഈസ് നോട്ട്, അത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ജസ്റ്റിഫൈഡ്. ഓക്കെ, ദാറ്റ് ഈസ് തോമസ് പെയിൻ ഐഡിയോളജി. അപ്പം അതും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ എന്തൊക്കെയാണ് ഇവൻറ്റ്സ് വന്നത് അത് നിങ്ങൾ മെയിനായിട്ട് എഴുതാം. ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ ജോർജിയ വാസ് നോട്ട് ഇൻക്ലൂഡഡ്. ഓൾ ദ ഡെലിഗേറ്റ്സ് ഓഫ് all the colonies except Georgia met at Philadelphia in 1774 to protest against the policies and rules imposed by England. It is called as a First Continental Congress, and in that they wrote a petitions to the king, and the king sent a military force to suppress it. കിങ്ങിന് ആ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിന് കോൺഗ്രസ്സിൽ എന്താ അവർ ചെയ്തത്? കിങ്ങിന്, രാജാവിന് ഒരു പെറ്റീഷൻ കൊടുക്കുകയാണ്. പെറ്റീഷന് അപ്രൂവ് ചെയ്യാൻ കിങ് സമ്മതിച്ചില്ല. ഇൻസ്റ്റഡ് കിങ് എന്താ ചെയ്തത്? മിലിറ്ററി ഫോഴ്സിനെ ഇറക്കിയിട്ട് അത് അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഇത് എന്തിൽ കലാശിച്ചു? ദിസ് ലെഡ് ടു ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ നിങ്ങൾക്കറിയാം ഇനിയും ഫിലാഡൽഫിയയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്. അതിലെന്താണ്? ജോർജ് വാഷിങ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കോണ്ടിനെൻ്റൽ ആർമി. ഓക്കെ, കോണ്ടിനെൻ്റൽ ആർമിയുടെ ചീഫായിട്ട് ജോർജ് വാഷിങ്ടനെ തിരഞ്ഞെടുക്കുകയും ഡ്യൂറിങ് ദിസ് ടൈം പാംഫ്ലെറ്റ് ടൈറ്റിൽ കോമൺ സെൻസ് Thomas Paine declared that it is wise for the Americans to break the ties with Britain. ബ്രിട്ടനുമായിട്ടുള്ള എല്ലാ കെട്ടുകളും പൊട്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് ജോർജ് വാഷിങ്ടൺ തോമസ് പെയിന് ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് ദ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ ആൻഡ് സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അടുത്തതായിട്ട് റിഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം, വാട്ട് ഓൾ ക്യാൻ യു ഫൈൻഡ് ഇൻ ദിസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്? അതാണ് അതിൽ ഓൾ ആർ ഈക്വൽ, എവറി വൺ ഹാസ് certain റൈറ്റ്സ്, റൈറ്റ്സ് ഷുഡ് ബി സെക്യൂർഡ്, ഗവൺമെൻറ് വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ഗവേൺഡ്, ആൻഡ് നെക്സ്റ്റ് പോയിൻ്റ് റൈറ്റ് of the people to abolish government. This was said in the Declaration of Independence. Okay, last നിങ്ങൾക്കറിയാം ജോർജ് വാഷിങ്ടൺ ഫസ്റ്റ് പ്രസിഡൻ്റ് ആവുകയും ജോർജ് വാഷിങ്ടൺ became the first president of United States of America, and also the Constitution Convention held at Philadelphia, that is James Madison framed the American Constitution. Okay, that is James Madison framed the American Constitution, and George Washington became the first president of United States of America. അങ്ങനെയാണ് അമേരിക്കൻ റവല്യൂഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ദീസ് ഓൾ ആർ ദ ആക്ടിവിറ്റീസ്. ഇനി അടുത്ത ആക്ടിവിറ്റീസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ് all of you. Thank you, my dear children.